നമ്മൾ 6 പ്രോപ്പർട്ടീസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി ഇസ് അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ. അറ്റോമിക് ആൻഡ് അയണിക് റേഡിയൈ എങ്ങനെയാണ്? ഗ്രൂപ്പിലാവുമ്പോൾ എന്താ സംഭവിക്കുക? ആസ് ദി നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് എന്ത് സംഭവിക്കും? ആരെങ്കിലും പറഞ്ഞേ, നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അറ്റോമിക് സൈസ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? ഡൗൺ ദി ഗ്രൂപ്പ്. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ +2 മുതലേ പഠിച്ചു വരുന്നതാണ്. നിങ്ങളൊന്ന് ജസ്റ്റ് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞേ. സൈസ് കൂടും, കാരണം നമ്പർ ഓഫ് ഷെൽസ് കൂടും, അതുകൊണ്ടാണ് സൈസ് കൂടുന്നത്. പിന്നെ അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് എ പീരീഡ് എന്താ സംഭവിക്കുന്നത്? സൈസ് കുറയാണ് ചെയ്യുന്നത്. ബിക്കോസ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് തന്നെ എന്താണ് അവിടെ ഒരു ഷീൽഡിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് there will be a slight decrease in atomic radii while moving left to right from a period or across a period. There will be a slight decrease in atomic radii. അപ്പൊ നമ്മൾ ഈ ഗ്രാഫ് നോക്കിക്കേ, അതില് വയലറ്റ് കളർ എന്ന് പറഞ്ഞാൽ നമ്മളെ 3D സീരീസ് ആണ്. Then green color is what? Green color is 4D and red color is 5D. Okay. Yes. അപ്പൊ നമ്മൾ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഡൗൺ ദി ഗ്രൂപ്പ് നമുക്ക് എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഡൗൺ ദി ഗ്രൂപ്പ് 3Dന്ന് 4Dയിലേക്ക് പോകുമ്പോൾ എന്താണ് അവിടെ ഒരു ഇൻക്രീസ് ഉണ്ടാവണം. യെസ്, ആ ഒരു ഇൻക്രീസ് ഉണ്ട്. 4Dന്ന് 5Dയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? there should be a increase. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് 4Dയും 5Dന്റെയും എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം അറ്റോമിക് സൈസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്, അല്ലെ? 4Dയും 5Dയും ഓൾമോസ്റ്റ് സെയിം അറ്റോമിക് സൈസ് ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലം ആയിരിക്കും നമ്മൾ ഫസ്റ്റ് സോൾവ് ചെയ്യുന്നുണ്ടാവുക. ആ ഒരു മിസ്റ്റേക്ക്, ആ ഒരു ഗ്രാഫിൽ നിന്ന് കാണുന്ന ഫസ്റ്റ് പോയിന്റ് അതാണ്. ഓക്കെ, 4Dയും 5Dക്കും എന്താണ് സെയിം അറ്റോമിക് റേഡിയൈ ആണ്. അതെന്തുകൊണ്ടാണ്? പിന്നെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞാല് സ്കാൻഡിയം ടു കോപ്പർ എന്ന് പറയുമ്പോൾ അക്രോസ് എ പീരീഡ്, അല്ലെ? അക്രോസ് എ പീരീഡ് ഞാൻ പറഞ്ഞതുപോലെ എന്താ സംഭവിക്കുന്നത്? അക്രോസ് എ പീരീഡ് നമ്മളെ എന്ത് സംഭവിക്കുന്നു? അറ്റോമിക് റേഡിയൈ ഡിക്രീസ് ചെയ്യുന്നു ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. പക്ഷെ അത് ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഉണ്ടാവുന്നത്. അതിപ്പോ എല്ലാ സീരീസ് എടുക്കുകയാണെങ്കിലും 3D സീരീസ് എടുക്കുകയാണെങ്കിലും 4D സീരീസ് എടുക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ചേഞ്ച് ആണ് കാണുന്നത്. there will be a decrease in atomic radii എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതൊരു ഇൻക്രീസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണ് വേരിയേഷൻ വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞ ആദ്യത്തെ പ്രോബ്ലം, ദാറ്റ് ഇസ് 4D and 5D is having similar atomic radii. Why is it so? അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ 4Dയും 5D സീരീസിലും? നമ്മൾ 4D 5D സീരീസ് എടുക്കുകയാണെങ്കിൽ നമ്മളെ n വാല്യൂ എത്രയാണ്? 4 and 5, അല്ലെ? 4 and 5. So it can accommodate f orbitals also, or they will be having intervening f orbital, or they will be having in between or in their electronic configuration they will be having f orbitals also. ഈ f orbitals നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ f orbitals will be having poor shielding effect. ഈ d ഓർബിറ്റൽസും അല്ലെങ്കിൽ എസിനാണ് കൂടുതൽ ഷീൽഡിംഗ് എഫക്റ്റ് ഉള്ളത്. s will be having more shielding effect, then p, then d, then f. അപ്പൊ ഡിയും എഫും ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ f is having poor shielding effect. അതിൽ തന്നെ 5f is having more shielding effect than 4f. ഓക്കെ, അപ്പൊ ആ ഒരു ലെസ് ഷീൽഡിംഗ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഈ അറ്റോമിക് റേഡിയൈസ് എന്തായിരിക്കും? ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഓക്കെ, ഷീൽഡിംഗ് എഫക്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നമ്മളിപ്പോ ഒരു ക്ലാസ്സിലും നിങ്ങളെ ക്ലാസ്സിൽ ഒരു 100 സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, അവരെ നമ്മൾ ഒരു 10 ബെഞ്ചിലായിട്ട് ഇരുത്തിയതാന്ന് വിചാരിക്കുക. ഒരു ബെഞ്ചിൽ നമുക്ക് 10 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ 10 ബെഞ്ചായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഒരു മിസ് ഒരു 50 സ്വീറ്റ്സ് വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. ആ 50 സ്വീറ്റ്സ് വന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ബാക്കിലെ ബെഞ്ചിൽ എത്താനുള്ള ചാൻസ്, ഓക്കെ, ബാക്കിലെ ബെഞ്ചിൽ എത്രത്തോളം എത്തും അതാണ് അവിടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എത്ര ബാക്കിയുണ്ട്. അല്ലെങ്കിൽ ഷീൽഡ് ചെയ്യാൻ ഇപ്പൊ ഫസ്റ്റ് ബെഞ്ചിന് എന്തായിരിക്കും? ഫസ്റ്റ് ബെഞ്ച് ഷീൽഡിംഗ് എഫക്ട് കൂടുതലായിരിക്കും, അവർ കൂടുതൽ ഇത് വലിച്ചെടുക്കും. പിന്നെ രണ്ടാമത്തത് എത്തുമ്പം അത് കുറയും, അല്ലെ? രണ്ടാമത്തത് മൂന്നാമത്തത് ലാസ്റ്റിലേക്ക് എത്തുമ്പം എന്തുണ്ടാവില്ല? സ്വീറ്റ്സ് തന്നെ ഉണ്ടാവില്ല, കാരണം 50 സ്വീറ്റ്സ് അല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു എന്താണ് ഷീൽഡിംഗ് എഫക്ട്, ആ ന്യൂക്ലിയർ ചാർജ് ഷീൽഡ് ചെയ്യാനുള്ള എഫക്ട്, അല്ലെങ്കിൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിലുള്ള എന്താണ് ഒരു ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ഒക്കെ പറയുന്നത്.
അപ്പോൾ ന്യൂക്ലിയർ ചാർജ് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്. എന്ത് സംഭവിക്കുമ്പോൾ? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം, അല്ലെ? ന്യൂക്ലിയർ ചാർജ് കൂടുമ്പം. അപ്പൊ ഇവിടെ എഫ് ഓർബിറ്റൽസിന് പുവർ ഷീൽഡിങ് എഫക്റ്റാ. അപ്പൊ ആ 5Dയും 4Dയും 5Dയും നോക്കുകയാണെങ്കിൽ 5F is having poor shielding effect. അപ്പൊ എന്തായിരിക്കും? സൈസ് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്തിന്റെ? ഈ 4D സീരീസിന്റെ പോലെ തന്നെ സിമിലർ ആയിരിക്കും. ഈ 5Fനും 4Fും കമ്പയർ ചെയ്യുമ്പോൾ 4F കുറച്ചും കൂടെ ഷീൽഡ് ചെയ്യും. ഓക്കെ, 4F എന്തിനെക്കാട്ടും ഷീൽഡ് ചെയ്യും? 5Fനെക്കാട്ടും കുറച്ചും കൂടെ ഷീൽഡ് ചെയ്യും. അപ്പൊ എന്താണ്? സൈസ് കുറച്ച് എന്താണ് 3D വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്? 3D വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും. കാരണം ഷീൽഡിങ് എഫക്ട് കുറവാണെങ്കിലും എന്തുണ്ടാവും? കുറച്ചും കൂടെ സൈസ് കൂടുതലായിരിക്കും. പക്ഷെ 5Fും 4Fും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ it will be having similar size. That phenomenon is called what? Length contraction. Okay, that phenomenon is called lanthanide contraction. Lanthanide contraction is due to the poor shielding of f orbitals. നിങ്ങൾ ഇത്ര മാത്രം മനസ്സിൽ ഓർത്താൽ മതി. നിങ്ങൾ എന്താക്കുക? നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മ വരിക 4Dയും 5Dയും തമ്മിൽ 4Dയും 5Dയും will be having a similar atomic radii. അതെന്തുകൊണ്ടാണ്? It is due to the intervening f orbitals. F orbitals will be having more shielding effect, poor shielding effect than d orbital. The shielding effect of f orbitals will be less than that of d orbitals. അത്ര മാത്രം ആലോചിച്ചാൽ മതി. അപ്പൊ ഇതൊരു മെയിൻ ടോപ്പിക് ആണ്. അല്ലെങ്കിൽ ലാന്തനൈഡ് കൺട്രാക്ഷന്റെ ഒരു കോൺസിക്വൻസ് ആണ് എന്ത്? അറ്റോമിക് റേഡിയൈ ഓഫ് 4D and 5D സീരീസ് വിൽ ബി സിമിലർ. അതിന്റെ പല പല കോൺസിക്വൻസസ് നിങ്ങൾക്ക് ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കിൽ വേറെ പഠിക്കാനുണ്ട്. ഇത് ജസ്റ്റ് ഒരു കോൺസിക്വൻസ് ആണ്. ഇത് പറഞ്ഞത് മനസ്സിലായോ? ലാന്തനൈഡ് കൺട്രാക്ഷൻ പറഞ്ഞത് മനസ്സിലായോ? ഗൗരി മനസ്സിലായോ? യെസ് മാം, മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് അറ്റോമിക് റേഡിയൈനെ കുറിച്ച് പറയാനുള്ളത്. എന്താണ്, ഓൾറെഡി നിങ്ങൾ പഠിച്ച ടോപ്പിക് തന്നെയാണ്. പക്ഷെ ഇതിൽ ലാന്തനൈഡ് കൺട്രാക്ഷനും ആ ഷീൽഡിങ് എഫക്റ്റിന്റെ കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യനിലൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഏതിനാണ് കൂടുതൽ ഏതിനാണ് കുറവ്. ഓക്കെ, ഇനി മെറ്റാലിക് ക്യാരക്ടറിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രാൻസിഷൻ എലമെന്റ്സ് അങ്ങനെ പറയുന്നതിനെക്കാട്ടും ഏറ്റവും നമ്മൾ കൂടുതൽ കേൾക്കുന്ന വാക്ക് എന്താണ്? ട്രാൻസിഷൻ മെറ്റൽസ്. എലമെന്റ്സിനെക്കാട്ടും കൂടുതൽ ട്രാൻസിഷൻ മെറ്റൽസ് എന്നാണ്. അപ്പൊ ഈ ഒരു ബ്ലോക്കിൽ കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? മെറ്റൽസ് ആയിരിക്കും ഉണ്ടാവുക. എവറി എലമെന്റ്സ് വിൽ ബി ഹാവിങ് എ മെറ്റാലിക് ക്യാരക്ടർ. മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഒരു ടിപ്പിക്കൽ മെറ്റൽസ്, നിങ്ങളെ വീട്ടിലൊക്കെ കാണുന്ന മെറ്റൽസ് ഏതൊക്കെയാ? കോപ്പർ കാണുന്നുണ്ട്, സിൽവർ അത്ര കാണുന്നുണ്ടാവില്ല. പിന്നെ എന്താണ്? കോപ്പർ, അലൂമിനിയം, അങ്ങനത്തെ കുറെ മെറ്റൽസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ? അപ്പോൾ മെയിൻ ആയിട്ട് കാണുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഇറ്റ് വിൽ ബി ഹാവിങ് നല്ല സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ ഇറ്റ് വിൽ ബി ഹാവിങ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. പിന്നെ ഇറ്റ് ക്യാൻ ബി ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ നമ്മള് വയേഴ്സ് ആക്കി എടുക്കാൻ പറ്റുന്ന. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഷീറ്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ വീട്ടില് കിച്ചണിലേക്ക് പോവുകയാണെങ്കിൽ അധികം നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ്? മെറ്റൽസ് ആണ്. എന്തുകൊണ്ടാണ്? കാരണം തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളതുകൊണ്ടാണ്. പിന്നെ വയറിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക്കൽ വയേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ മെറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്? അതിന് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാവും. പിന്നെ നമ്മൾ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു തിളക്കം അല്ലെങ്കിൽ ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉള്ള ഒരു സംഭവമാണ് മെറ്റാലിക് ലസ്റ്റർ. ഇപ്പൊ നമ്മൾ ഗോൾഡ്, സിൽവർ അങ്ങനത്തെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ ഷൈനിങ് അപ്പിയറൻസ്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ സോഡിയം എടുത്ത് നോക്ക്. സോഡിയം വിൽ ബി ഹാവിങ് എ സ്മോൾ മെറ്റാലിക് ലസ്റ്റർ. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ലാബിലൊക്കെ കയറുന്ന സമയത്ത് സോഡിയം മുറിക്കുന്ന സമയത്ത് ഒരു എന്താണ്? ചെറിയൊരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടാവും, വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഇസ് എ മെറ്റൽ. അപ്പൊ ഈ മെറ്റാലിക് പ്രോപ്പർട്ടീസ് എല്ലാം ആര് കാണിക്കും? ഈ നമ്മളെ ട്രാൻസിഷൻ മെറ്റൽസ് കാണിക്കും. ഇറ്റ് വിൽ ബി ഹാവിങ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്. ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റിക് അങ്ങനത്തെ പല കാര്യങ്ങളും വരുന്നതാണ് ടെൻസൈൽ സ്ട്രെങ്ത്. അല്ലെങ്കിൽ കുറെ ഫോഴ്സ് എഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കപ്പാസിറ്റിയാണ് ടെൻസൈൽ സ്ട്രെങ്ത്. ഓക്കെ, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ ഡക്റ്റിലിറ്റി, മാലിയബിലിറ്റി, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് എ മെറ്റാലിക് ക്ലസ്റ്റർ ഓൾസോ. ദീസ് ഓൾ പ്രോപ്പർട്ടീസ് വിൽ ബി ഷോൺ ബൈ ട്രാൻസിഷൻ മെറ്റൽസ്. ഓക്കെ, പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഹാർഡ് ഇൻ നേച്ചർ. പിന്നെ ഇറ്റ് വിൽ ബി ഹാവിങ് ലോ വോളറ്റിലിറ്റി ആൻഡ് ഹൈ എൻതാൽപി ഓഫ് അറ്റോമൈസേഷൻ.
ഓർ നമുക്ക് പറയാൻ പറ്റും the higher value of enthalpy of atomization indicates that it is having high metallic character. ഓക്കെ, എല്ലാ ബ്ലോക്ക് എലിമെന്റ്സിന്റെയും എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിച്ച് വൺ വിൽ ബി ഹാവിംഗ് ഹയർ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ? ഡി ബ്ലോക്ക് എലിമെന്റ്സ് വിൽ ബി ഹാവിംഗ് ഹയർ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഹാവിംഗ് ഹൈ മെറ്റാലിക് ക്യാരക്ടർ. ഓക്കെ, നമ്മൾ ഈ മെറ്റാലിക് ക്യാരക്ടർ ഉണ്ട് എന്ന് പറയുന്നതിന്റെ എവിഡൻസ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇറ്റ് ഈസ് ഹാവിംഗ് ഹൈ മെറ്റാലിക് ക്യാരക്ടർ എന്ന് പറയാനുള്ള കാരണം എന്ത് വെച്ചിട്ടാണ്? എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ, ഹൈ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ഈ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രോമിയം മോളിബ്ഡീനം 3D 4D 5D സീരീസ് എടുക്കുകയാണെങ്കിൽ ക്രോമിയം മോളിബ്ഡീനം ആൻഡ് ടങ്സ്റ്റൺ വിൽ ബി ഹാവിംഗ് ഹൈ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രോമിയം മോളിബ്ഡീനം ടങ്സ്റ്റൺ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിംഗ് ഹൈ നമ്പർ ഓഫ് അല്ലെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഇപ്പൊ ക്രോമിയം എടുക്കുകയാണെങ്കിൽ 3D 5 കോൺഫിഗറേഷൻ ആണ്. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ നമ്പേഴ്സ് എത്രയാണ്? 5 ആണ്. അതാണ് മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. ഇനിയിപ്പോ D6 കോൺഫിഗറേഷൻ ആണെങ്കിൽ അൺപെയർഡ് എത്രയായി? 4 ആയി. ഇനി D7 എത്തുമ്പോ എത്രയായി? അതെത്രയായി? D7 എത്തുമ്പോ എത്രയായി? 3 ആയി. പിന്നെ D8 എത്തുമ്പോ 2 ആയി. പിന്നെ D9 എത്തുമ്പോ 1 ആയി. D10 0 ആയി. ഓക്കെ, അപ്പോ മാക്സിമം നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവുമ്പോഴാണ് എന്ത്? എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുക. എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റാലിക് ക്യാരക്ടർ കൂടുക എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോ we can say that chromium, molybdenum and tungsten will be having അല്ലെങ്കിൽ chromium group will be having high number of unpaired electrons, so it will be very hard metals when comparing other elements. It will be having high metallic properties. ഇനി അടുത്തതെന്ന് പറഞ്ഞാല് പിന്നെ ആ ഗ്രാഫിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ആ ഗ്രാഫിൽ പിന്നെ ആ ഗ്രാഫിൽ എന്താ മനസ്സിലാവുന്നത്? 3D 4D 5D ഏതിനാണ് ഏറ്റവും എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുതൽ? 5Dക്കാണ് എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുതൽ. കാരണം ഡൗൺ ദി ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ കൂടുന്നുണ്ട്. പിന്നെ വേറൊരു കോംപ്ലിമെന്റ് ചെയ്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് 3Dയും 4Dയും എത്തുമ്പം ഇറ്റ് വിൽ ബി ഹാവിംഗ് മെറ്റൽ ബോണ്ടിങ് ഉണ്ടാവും. പക്ഷെ നമ്മളെ 3Dയിൽ എന്തില്ല? മെറ്റൽ ബോണ്ടിങ് ഇല്ല. മെറ്റൽ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കാർബണിൽസ് ഒക്കെ എടുത്തു നോക്കാം. ഇപ്പൊ കാർബണിൽസ് എന്ന് പറഞ്ഞാല് Fe, അതേപോലെ Mn2CO12 അങ്ങനത്തെ കുറെ മെറ്റൽസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ Fe ബോണ്ട് അതാണ് മെറ്റൽ ബോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഞാനിപ്പം ഒരു കാർബണിൽസ് മെറ്റൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ M CO അങ്ങനെ മെറ്റൽ കാർബണിൽസും മെറ്റൽ നൈട്രോസിൽസും ആണ് മെയിൻ ആയിട്ട് എന്ത് കാണിക്കുക? ഈ മെറ്റൽ ബോണ്ടിങ് കാണിക്കാം. അങ്ങനത്തെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ബോണ്ട്സ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ ആർക്കാണ്? 4D സീരീസിലുള്ള എലമെന്റ്സിനും 5D സീരീസിലുള്ള എലമെന്റ്സിനുമാണ് ഈ മെറ്റൽ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ ഉണ്ടാക്കാനുള്ള ടെൻഡൻസി കൂടുതൽ ഉണ്ടാവുക. ഓർ ദേ വിൽ ബി ഫോമിങ് മെറ്റൽ carbonyls and metal nitrosyls more frequently. ഓക്കെ, ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ എന്താണ് പഠിച്ചു വെക്കുക. മെറ്റൽ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് കൂടിയാണ് എന്ത് 4Dയും 5Dക്കും എന്തുള്ളത്? ഹയർ എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ ഉള്ളത് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് ആദ്യം മനസ്സിലാവേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെറ്റാലിക് ക്യാരക്ടർ എന്ത് വെച്ചിട്ടാണ് പറയുന്നത്? എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ വെച്ചിട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ. ഇഫ് ദി എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ increases, metallic character increases. If the number of unpaired electrons increases, what increases? If the number of unpaired electrons, what increases? Anyone reply? Enthalpy of atomization increases. So ആ 3 പോയിന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ബോണ്ടിങ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ചും എൻതാൽപി ഓഫ് അറ്റമൈസേഷൻ. അടുത്ത പോവാണെങ്കിൽ നെക്സ്റ്റ് വൺ ഇസ്
മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ഈ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും നമുക്ക് ഈ മെറ്റാലിക് ക്യാരക്ടർ വെച്ച് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ എലിമെന്റ്സ് അല്ലെങ്കിൽ നോൺ ട്രാൻസിഷൻ എലിമെന്റ്സും ട്രാൻസിഷൻ എലിമെന്റ്സും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രാൻസിഷൻ എലിമെന്റ്സ് വിൽ ബി ഹാവിംഗ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ദി സ്ട്രോങ്ങർ മെറ്റാലിക് ബോണ്ട് ഫോംഡ് ബൈ ദി അൺപെയർഡ് ഡി ഇലക്ട്രോൺസ്. അൺപെയർഡ് ഡി ഇലക്ട്രോൺസ് കാരണം ഉണ്ടാവുന്ന മെറ്റാലിക് ബോണ്ട് കാരണമാണ് മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് കൂടുന്നത്. ഓക്കെ, അവിടെ ഇപ്പോ നമ്മൾ 3D 4D ആൻഡ് 5D സീരീസിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോ ആ 3 ഗ്രാഫും എന്തിന് സിമിലർ ആണ്? ഓൾമോസ്റ്റ് സിമിലർ ടു വിച്ച് ഗ്രാഫ്? എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷന്റെ ഗ്രാഫുമായിട്ട് സിമിലർ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും? ആ അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ 3 ഗ്രാഫ് നോക്കുകയാണെങ്കിൽ അവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സീരീസിൽ ഏതിനാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ? ക്രോമിയത്തിനാണ്. എന്തുകൊണ്ടാണ് ക്രോമിയത്തിന് മെൽറ്റിംഗ് പോയിന്റ് കൂടുതൽ? അൺപെയർഡ് ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടിയതുകൊണ്ടാണ്. അതുപോലെ തന്നെ മോളിബ്ഡീനം, ടങ്സ്റ്റൺ. പിന്നെ ഡൗൺ ദി ഗ്രൂപ്പ് എന്തുകൊണ്ടാണ് മെൽറ്റിംഗ് പോയിന്റ് കൂടുന്നത്? ബിക്കോസ് ഇറ്റ് ക്യാൻ ഫ്രീക്വന്റ്ലി ഫോം മെറ്റൽ ബോണ്ട് ഓർ ഇറ്റ് ഈസ് ഫ്രീക്വന്റ്ലി ഫോമിങ് മെറ്റൽ ബോണ്ട്. അതുകൊണ്ടാണ് എന്ത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും അവിടെ കൂടാനുള്ള ചാൻസസ് കൂടുതൽ. സോ വി ക്യാൻ indirectly say that melting point and boiling point is directly proportional to metallic character. Metallic character is directly proportional to what? Enthalpy of atomization. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാവും ടങ്സ്റ്റൺ വിൽ ബി ഹാവിംഗ് ഹൈയസ്റ്റ് മെൽറ്റിംഗ് പോയിന്റ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ടങ്സ്റ്റൺ ഹാവിംഗ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെന്താണ് പലേഡിയം ഇസ് ഹാവിംഗ് മറ്റേ ഒരു എക്സെപ്ഷണൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. S0 കോൺഫിഗറേഷനുള്ള ട്രാൻസിഷൻ എലമെന്റ് ഏതാന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ആ കുറച്ച് കാര്യങ്ങൾ ഇതിൽ മെമ്മറൈസ് ചെയ്യണം. ഇനോർഗാനിക് കെമിസ്ട്രീന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കന്നെ വേണം. നമ്മൾ ഈ ബയോളജി പഠിക്കുന്ന പോലെ പഠിക്കണം. ഓക്കെ, ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ഏതാന്ന് ചോദിച്ചാൽ ടങ്സ്റ്റൺ ആണ്. ലോവർ മെൽറ്റിംഗ് പോയിന്റ് ഉള്ളത് ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? Hg ആണ്. Hg മീൻസ് മെർക്കുറി. ഓക്കെ, ആ കാര്യങ്ങള് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് ഡെൻസിറ്റി. ഇപ്പൊ ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താ? ആരെങ്കിലും പറഞ്ഞു? മാസ് ബൈ വോളിയം. അപ്പോ വോളിയം എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് ആക്ച്വലി അറ്റോമിക് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും, അല്ലെ? അറ്റോമിക് റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കാരണം വോളിയം എങ്ങനെ കണ്ടുപിടിക്കുക? 4/3 πr³ എന്നുള്ള ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഫിയർ ആണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെ? അല്ലെങ്കിൽ റേഡിയസിന്റെ തേർഡ് പവർ ആണ് വോളിയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളിപ്പോ ഒരു സാധാ സ്ക്വയർ എടുക്കുകയാണെങ്കിലും ക്യൂബ് എടുക്കുകയാണെങ്കിലും ഒക്കെ നമ്മൾ എന്താ പറയാ? തേർഡ് പവർ ഓഫ് എഡ്ജ് ലെങ്ത് അല്ലെങ്കിൽ തേർഡ് പവർ ഓഫ് റേഡിയസ്, അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ ഡിനോമിനേറ്റർ സൈഡിലാണ് റേഡിയസ് വരുന്നത്. അപ്പൊ നമുക്കറിയാം ഡൗൺ ദി ഗ്രൂപ്പ് അക്രോസ് എ പീരീഡ് എന്താണ് സംഭവിക്കുന്നത്? റേഡിയസ് കുറയാണ് ചെയ്യുന്നത്, അല്ലെ? അക്രോസ് ദി പീരീഡ് റേഡിയസ് കുറയാണ് ചെയ്യുന്നത്. കാരണം ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ട് റേഡിയസ് കുറയാണ്. അപ്പൊ നമ്മളെ ഡിനോമിനേറ്ററിൽ ഉള്ള സാധനം എന്ന് പറഞ്ഞാല് റേഡിയസിന്റെ ക്യൂബാണ്, അല്ലെ? റേഡിയസിന്റെ ക്യൂബ് ഡിനോമിനേറ്റർ കുറയുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക? എന്താവും? നമ്മളെ അറ്റോമിക് റേഡിയായി ഇങ്ങനെ കുറയാണ്. അപ്പൊ നമുക്ക് വേണ്ടിയ സാധനം എന്താ ചെയ്യുക? കൂടുക ചെയ്യുക. കാരണം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അറ്റോമിക് റേഡിയായി ആണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. Volume is inversely proportional to volume. Density is inversely proportional to volume, which is inversely proportional to r³. അപ്പൊ അറ്റോമിക് റേഡിയായി കുറയുമ്പം നമുക്ക് കിട്ടേണ്ട ഡെൻസിറ്റി എന്താക്കും? കൂടും. ഓക്കെ, ഡിനോമിനേറ്റർ കുറയുമ്പം ന്യൂമറേറ്റർ എന്താക്കും? കൂടും. ആ ഒരു മാത്തമാറ്റിക്കൽ സംഭവം നിങ്ങൾക്ക് അറിയാലോ. കാരണം ഓൾറെഡി പഠിച്ചതല്ലേ, അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. പിന്നെ അറ്റ് ദി സെയിം ടൈം നമ്മൾ അറ്റോമിക് മാസ് എന്തായാലും കൂടുന്നുണ്ട്, അല്ലെ? ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് ആൻഡ് ഇൻഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഇതിലുള്ള വോളിയം എന്ന് പറഞ്ഞ സാധനം എന്താണ്? റേഡിയസിന്റെ ക്യൂബാണ്. അപ്പൊ റേഡിയസ് എന്താ ചെയ്യുന്നത്? റേഡിയസ് കുറയാണ് ചെയ്യുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ വാല്യൂ ആക്ച്വലി കുറഞ്ഞു വരുമ്പം ന്യൂമറേറ്റർ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദി ആക്ച്വൽ ഡെൻസിറ്റി ഇസ് ഇൻക്രീസിങ് ബിക്കോസ് ദി ഡിനോമിനേറ്റർ ഗോസ് ഓൺ ഡിക്രീസിങ്, so which increases the actual value. At the same time,
atomic mass is also increasing while moving from left to right across a period. അപ്പോൾ ആ രണ്ട് effect, that is increase in atomic radii and decrease in atomic volume, complement to the increase in density. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മൾ 3D സീരീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്കാൻഡിയം ടു സിങ്ക് പോകുമ്പം എന്ത് സംഭവിക്കുന്നു? ഒരു ഇൻക്രീസ് ഇൻ ഡെൻസിറ്റി കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ഗ്രാഫ് തന്നെ കാണാൻ പറ്റും. അക്രോസ് എ പീരീഡ് ഡെൻസിറ്റീസ് ഇൻക്രീസസ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞാൽ അയണൈസേഷൻ എനർജിയാണ്. അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? അയണൈസേഷൻ എനർജി ഡെഫിനിഷൻ ഒന്നും ഞാൻ വെറുതെ കൊടുത്ത് സമയം കളഞ്ഞിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അയണൈസേഷൻ എനർജി ഇസ് ദി എനർജി റിക്വയർഡ് ടു റിമൂവ് ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഇലക്ട്രോൺ ഫ്രം ദി ഐസൊലേറ്റഡ് സ്റ്റേറ്റ്. ഫ്രം ദി ഐസൊലേറ്റഡ് സ്റ്റേറ്റ് ആണ് അത്. ആ ഒരു വേർഡ് ഓർമ്മിച്ചു വെക്കുക. ഇറ്റ് ഈസ് ദി എനർജി റിക്വയർഡ് ടു റിമൂവ് ദി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഫ്രം ദി ഐസൊലേറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ സ്കാൻഡി ആണെങ്കിൽ സ്കാൻഡിയത്തിന് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാനുള്ള എനർജിയാണ് അയണൈസേഷൻ എനർജി. ഇറ്റ് ക്യാൻ ബി ഇഫ് ദി ഫസ്റ്റ് ഇലക്ട്രോൺ ഇസ് റിമൂവ്ഡ്, ഇറ്റ് ഇസ് കോൾഡ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി. ഇഫ് ദി സെക്കൻഡ് ഇലക്ട്രോൺ ഇസ് റിമൂവ്ഡ്, സെക്കൻഡ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇസ് റിമൂവ്ഡ്, ഇറ്റ് ഇസ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. ലൈക്ക് വൈസ് തേർഡ്, ഫോർത്ത്, അങ്ങനെ പല അയണൈസേഷൻ എനർജീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അയണൈസേഷൻ എനർജിയും അറ്റോമിക് റേഡിയോ ആയിട്ടുള്ള കണക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ മതിയോ? പീരിയോഡിക് ടേബിൾ പഠിച്ചതല്ലേ? അപ്പൊ ആരെങ്കിലും ഒരാൾ പറഞ്ഞേ അറ്റോമിക് റേഡിയായി കൂടുമ്പം അല്ലെങ്കിൽ അറ്റോമിക് റേഡിയായി കുറയുമ്പം എന്താ സംഭവിക്കുക? അയണൈസേഷൻ എനർജി എന്താണ് അതിന്റെ ഒരു വേരിയേഷൻ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞു തന്നെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? സ്കാൻഡിയം ടു സിങ്ക് എന്താ സംഭവിക്കുന്നത്? അറ്റോമിക് റേഡിയായി കുറയാണോ കൂടുകയാണോ? ആരെങ്കിലും പറഞ്ഞേ. അറ്റോമിക് റേഡിയസ് കുറയും, അപ്പൊ ഇസഡ് എഫക്റ്റീവ് കൂടും, അയണൈസേഷൻ എനർജിയും കൂടും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതന്നെയാണ് ഇത്. ഞാൻ എന്താണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല, കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കുറെ ആയിട്ട് കേട്ട് വരുന്ന അതേ സംഭവമാണ്. എന്താണ് ആ പീരിയോഡിക് ടേബിൾ ഓൾറെഡി പഠിച്ചതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതേ അയണൈസേഷൻ എനർജി ഇനിയിപ്പം ഡൗൺ ദി ഗ്രൂപ്പ് ആണെങ്കിൽ എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. ക്രോസ് എ പീരീഡ് കൂടുകയാണ് ചെയ്യുക. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കുക. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. നിങ്ങൾ പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. നമ്മൾ ഈ ഡി ബ്ലോക്ക് എലിമെന്റ്സിന്റെ ഒരു മെയിൻ പ്രത്യേകത കൂടി അതാണ്. ഇറ്റ് ക്യാൻ എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എന്തുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാൻ പറ്റുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, it is having n-1d orbital and ns orbital. ഔട്ടർമോസ്റ്റ് എന്താണ്? ഔട്ടർമോസ്റ്റ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ s ആണ്. അതിന്റെ പെനൾട്ടിമേറ്റ് ആയിട്ടുള്ളത് d ഉണ്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ ഐദർ s ഇലക്ട്രോൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ് ഓർ d ഇലക്ട്രോൺസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ് ഓർ ബോത്ത് d and s ഓർബിറ്റൽസ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ബോണ്ടിങ്. അപ്പം തന്നെ എത്ര കേസായി? 3 കേസായി. അപ്പൊ നമുക്ക് എത്ര വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ നിന്ന് തന്നെ കിട്ടും അല്ലെ? ദിസ് ഇസ് ഡ്യൂ ടു ദി, അപ്പൊ നമുക്ക് എന്ത് പറയാം? The variable oxidation state is due to the participation of n-1d electrons in addition to ns electrons. കാരണം എന്താ? ഈ n-1d ഇലക്ട്രോൺസിന്റെ എനർജിയും ns-ന്റെ ഇലക്ട്രോൺസിന്റെ എനർജിയും ഇപ്പൊ 4s-ഉം 3d-യും അതുപോലെ തന്നെ 5s-ഉം 4d-യും 6s-ഉം 5d-യും അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ 3D സീരീസ് എടുക്കുകയാണെങ്കിൽ 4s-ഉം 5d ഓർബിറ്റൽസും എടുക്കുകയാണെങ്കിൽ ബോത്ത് ഓർബിറ്റൽസ് ആർ ഹാവിങ് സിമിലർ എനർജി. 5dക്ക് ലെസർ എനർജി ആണെങ്കിലും വെൻ കമ്പയർഡ് ടു 4s 5dക്ക് ലെസർ എനർജി ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് കമ്പാരബിൾ എനർജി. അപ്പൊ രണ്ടിന്റെ എനർജിയും സെയിം ആണെങ്കിൽ either both can participate in bonding. If they are interested, d orbital can also participate in bonding. അപ്പൊ ആ ഒരു എനർജി കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു കമ്പാരബിൾ എനർജി ഉള്ളത് കൊണ്ടാണ് ഇറ്റ് ഈസ് ഹാവിങ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. ഓക്കെ, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. ഇനി മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ എസ് ഇലക്ട്രോൺസിന്റെ നമ്പർ ആയിരിക്കും മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എത്ര s ഇലക്ട്രോൺസ് ആണോ അതാണ് മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുക. മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് s ഇലക്ട്രോൺസ് പ്ലസ് നമ്പർ ഓഫ് d ഇലക്ട്രോൺസ് ആണ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇപ്പൊ സ്കാൻഡിയം നോക്കുകയാണെങ്കിൽ സ്കാൻഡിയത്തിന് ഒരു +2 ഓക്സിഡേഷൻ സ്റ്റേറ്റും കൂടെ ഉണ്ട്, പക്ഷെ ഇറ്റ് ഈസ് ആക്ച്വലി അൺനോൺ. ഓക്കെ, അതാണ് മിനിമം എങ്കിലും ഇറ്റ് ഈസ് ആക്ച്വലി അൺനോൺ. അതുകൊണ്ടാണ് ഇവിടെ +2 കൊടുക്കാത്തത്. വിൽ ബി എക്സിബിറ്റിംഗ് ഓൺലി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്.
ഇപ്പൊ ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, നിങ്ങൾ ആ ഒരു എന്താണ് ടേബിൾ നോക്കുക. ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം, അങ്ങനെ സിങ്ക് വരെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ എല്ലാം മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +2 ആണ്. കോപ്പറിന് എന്തുകൊണ്ട് +1 വന്നു എന്ന് ചോദിച്ചാൽ കോപ്പറിന് ഏതാണ് കോൺഫിഗറേഷൻ? D10S1 കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ടാണ് അവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എസ് ഷെല്ലിൽ എത്ര ഉണ്ട്? 1 ഇലക്ട്രോൺ ആണ് ഉള്ളത്. അതുകൊണ്ടാണ് +1 കോൺഫിഗറേഷൻ അവിടെ വന്നത്. ബാക്കി എല്ലാത്തിലും +2 കോൺഫിഗറേഷൻ ആണ്. കാരണം മിനിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് s ഇലക്ട്രോൺസ് ആണ്. എവറി എലമെന്റ് വിൽ ബി ഹാവിംഗ് 2 ഇലക്ട്രോൺസ് ഇൻ ദി s ഓർബിറ്റൽ, ഔട്ടർമോസ്റ്റ് s ഓർബിറ്റൽ. ഓക്കെ, ഈ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇപ്പൊ ടൈറ്റാനിയം എടുക്കുക. ടൈറ്റാനിയം എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ വിൽ ബി 22. 22 എന്ന് പറയുമ്പോൾ എന്താണ്? d ഓർബിറ്റൽ വിൽ ബി ഹാവിംഗ് ഓർ 3d orbital will be having 2 electrons. 3d orbital 2 electrons പിന്നെ 4s 2 electrons. അപ്പൊ 2 + 2 എത്രയായി? 4 ആയി. അപ്പൊ മാക്സിമം എത്രയാണ്? 4. ഇതേപോലെ തന്നെ വെനേഡിയത്തില് 3d എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 3 ഇലക്ട്രോൺസ്. 3 + 2 5. അങ്ങനെ ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ 4 + 2 6, 5 + 2 7. അങ്ങനെയാണ് നമ്മൾ എന്ത് കാണിക്കുന്നത്? മാക്സിമം നമ്പർ ഓഫ് ഇത് കാണിക്കുന്നത്. അൺപെയർഡ് d ഇലക്ട്രോൺസ് ആണ് നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത്. ഇപ്പൊ അയോൺ എത്തി എന്ന് വിചാരിക്കാം. അയോണിന്റെ കോൺഫിഗറേഷൻ എന്താണ്? D6S2 ആണ്. D6S2 കോൺഫിഗറേഷനിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് എത്രയാണ്? ഒന്ന് ഓൾറെഡി പെയർ ആവും. കാരണം 6th ഇലക്ട്രോൺസ് വരുമ്പോൾ ഓൾറെഡി പെയർ ആവും. അപ്പൊ ബാക്കി എത്ര അൺപെയർഡ് d ഇലക്ട്രോൺസ് ഉണ്ട്? 4 ആണ്. അപ്പൊ 4 + 2 എത്രയാണ്? 6 ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ s ഇലക്ട്രോൺസ് പ്ലസ് അൺപെയർഡ് d ഇലക്ട്രോൺസ്. അൺപെയർഡ് d ഇലക്ട്രോൺസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് കൂടുതൽ വെറൈറ്റി കാണുന്നത് അല്ലെങ്കിൽ വേരിയബിലിറ്റി കാണുന്നത് എവിടെയാണ്? ഇപ്പം നമ്മൾ ആ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ കുറെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇങ്ങനെ നടുവിലെത്തുമ്പോഴാണ് വെറൈറ്റി ഓഫ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുന്നത്, അല്ലെ? സൈഡിലേക്ക് അല്ലെങ്കിൽ എൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ 1 2 3 അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പൊ മോർ വെറൈറ്റി എപ്പോഴാണ് ഉള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഒക്കേഴ്സ് നിയർ ദി മിഡിൽ ഓഫ് ദി സീരീസ്. ഇപ്പൊ മാംഗനീസിന് ഏതൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്? +2 to +7. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ടേബിളിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരാം, which one will show maximum number of oxidation state? Manganese. Which one will show least number of oxidation state? That is scandium and zinc. Which transition element will show least number of oxidation state എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? സ്കാൻഡിയം. കാരണം എന്താ? സിങ്ക് ട്രാൻസിഷൻ എലമെന്റ് അല്ലല്ലോ. അക്കോർഡിംഗ് ടു ദി ഡെഫിനീഷൻ zinc is not a transition element. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ലെസ് വെറൈറ്റി നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആ എൻഡിലേക്കുള്ളതിനാണ് ലെസ് വെറൈറ്റി വരുന്നത് കാനിയം. കാരണം ഇറ്റ് ക്യാൻ ഐദർ ലൂസ് ഓർ ഷെയർ ഇലക്ട്രോൺസ് ഓർ ടു മെനി d ഇലക്ട്രോൺസ് കാരണം ഒക്കെയാണ് എന്താണ് ലെസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊരു ജാം ക്വസ്റ്റ്യൻ ആണ്. ഏതാ ഇയർ എനിക്ക് ഓർമ്മയില്ല. Name the transition element which does not exhibit variable oxidation state. Which does not exhibit variable oxidation state. അപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ സിങ്ക്, കോപ്പർ, നിക്കൽ. ഈ നിക്കൽ നോക്കുകയാണെങ്കിൽ നിക്കൽ ഒരു എക്സ്ട്രീം എൻഡിൽ ഉള്ളതാണ്. കോപ്പറും സിങ്കും നോക്കുകയാണെങ്കിൽ സിങ്കും കോപ്പറും എവിടെയാണ് കിടക്കുന്നത്? നിക്കലും സിങ്കും കോപ്പർ അതൊക്കെ എന്താണ്? ഒരു എക്സ്ട്രീം എൻഡിൽ കിടക്കുന്നതാണ്. അപ്പൊ നിക്കലും കോപ്പറും എന്ത് കാണിക്കുന്നുണ്ട്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷെ സിങ്ക് ഒരു ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ വരാം സിങ്കും സ്കാൻഡിയും, അല്ലെ? സിങ്കും സ്കാൻഡിയും എന്ത് കാണിക്കുന്നില്ല? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നില്ല. അപ്പൊ അത് രണ്ടും ഇതിന്റെ ആൻസർ അല്ലേ? നിങ്ങൾക്ക് ഒരു സംശയം വരും. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ലൂപ്പ് ഹോൾ എവിടെയാന്ന് ചോദിച്ചാല് അവര് പറഞ്ഞിട്ടുണ്ട് നെയിം ദി ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നെയിം ദി ട്രാൻസിഷൻ എലമെന്റ് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അക്കോർഡിംഗ് ടു ദി ഡെഫിനേഷൻ വിച്ച് ഇസ് എ ട്രാൻസിഷൻ എലമെന്റ്? ട്രാൻസിഷൻ എലമെന്റ് വിൽ ബി ഹാവിംഗ് ഇൻകംപ്ലീറ്റ്ലി ഫിൽഡ് d orbitals. Here scandium and zinc നോക്കുകയാണെങ്കിൽ which is having incompletely filled d orbital? Scandium will be having incompletely filled d orbital. So the answer will be scandium. Even though zinc is not exhibiting variable oxidation state, it is not considered as what? It is not considered as transition element. So it cannot be the answer. ഇനി നമ്മൾ പോകാൻ പോകുന്നത് 0 and negative oxidation സ്റ്റേറ്റിലേക്കാണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഫുള്ള് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദി ലൂസിംഗ് ഓഫ് ഇലക്ട്രോൺസ്. നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി റിഡക്ഷൻ.
ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴാ കാണുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ഹാവിംഗ് പൈ ആക്സെപ്റ്റർ ലിഗാൻസ്. പൈ ആക്സെപ്റ്റർ ലിഗാൻസ് എന്ന് പറയുമ്പോൾ കാർബണിൽസ് അങ്ങനത്തതാണ് പൈ ആക്സെപ്റ്റർ ലിഗാൻസ്. കാരണം അവിടെ ഒരു പൈ ബാക്ക് ഡൊണേഷനും കൂടെ ഉണ്ടാവും പൈ ആക്സെപ്റ്റർ ലിഗാൻസിന്. സിഗ്മ ബോണ്ടിങ്ങിന് പുറമെ ഇറ്റ് വിൽ ബി ഹാവിംഗ് എ പൈ ബാക്ക് ഡൊണേഷൻ. കാർബണിൽസിൽ എന്താ സംഭവിക്കുന്നത്? മെറ്റൽ കാർബണിൽ ബാക്ക് ബോണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പൈ ക്യാരക്ടർ അവിടെ ആ മെറ്റൽ കാർബൺ ബോണ്ടിനും കാർബൺ ഓക്സിജൻ ബോണ്ടിനും ഇവിടെ ഒരു പൈ ക്യാരക്ടർ ഉണ്ടാവും. or we can say that there is a pi back bonding or a synergistic bond, synergistic effect എന്നാണ് അതിന് പറയാം, സൈനർജിക് എഫക്ട്. ഓക്കെ, അങ്ങനത്തെ സ്ഥലത്തിൽ അല്ലെങ്കിൽ മെറ്റൽ കാർബണിൽസിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ സീറോ ആൻഡ് നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണാൻ പറ്റും. ദിസ് ഈസ് ഓൾസോ എ പ്രോപ്പർട്ടി ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ്. ഓക്കെ, അപ്പൊ നിക്കൽ കാർബണിൽ നോക്കുകയാണെങ്കിൽ ടെട്രാ കാർബണിൽ നിക്കൽ. ഓക്കെ, ടെട്രാ കാർബണിൽ നിക്കൽ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിക്കൽ കാർബണിൽ 4 ടൈംസ് നോക്കുകയാണെങ്കിലും അയോൺ കാർബണിൽ 4 ടൈംസ് നോക്കുകയാണെങ്കിലും ബോത്ത് വിൽ ബി ഹാവിംഗ് സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. കാരണം കാർബണില് എന്താണ്, കാർബണില് അവിടെ സീറോ ആയിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ സീറോ ആണ് അവിടെ എന്താണ് നമ്മൾ ഓരോ ലിഗാൻഡിന് ഇത്ര ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാന്ന് പറയുമല്ലോ. അപ്പൊ ഇവിടെ എന്താണ് ന്യൂട്രൽ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ സീറോ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നിക്കലിനും അയണിനും ഉണ്ടാവുക. ഇനി അയൺ കാർബണിൽ 4 ടൈംസ് 2 മൈനസ് എന്ന് നോക്കുകയാണെങ്കിൽ അയണിന് അവിടെ എത്രയാണ് ഉള്ളത്, എത്രയാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? നോർമൽ കാർബണിലിന് നമ്മൾ സീറോ ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇലക്ട്രോൺസ് 2 ഇലക്ട്രോൺ ഇറ്റ് ക്യാൻ ഡൊണേറ്റ്. പക്ഷെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൈമിൽ ആ ഒരു എഫക്റ്റീവ് അറ്റോമിക് നമ്പർ ഒക്കെ നമ്മൾ ഈ കാർബണിൽസിന്റെ തന്നെ ഈ ചാപ്റ്ററിന്റെ എൻഡിൽ പഠിക്കും. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിന്റെ എൻഡിൽ പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അയണിന് ഏതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ജസ്റ്റ് പഠിച്ചു വെക്കുക. ഒരു നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഉണ്ടാവുക. അപ്പോൾ എന്താണ്, ഇതും ഒരു പ്രോപ്പർട്ടി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. ഓക്കെ,